അത് മണ്ടന്മാരായതുകൊണ്ടാണല്ലോ ഈ അനുമോള് ജയിച്ചത്. PR എന്ന് പറഞ്ഞൊരു കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടാണ് വരുന്നത്? ജനങ്ങൾക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആൾക്കാർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ് അവിടെ എത്തിച്ചത്. അഖിൽമാരാർ അതിനെ തെറി വിളിച്ച് ബിഗ് ബോസിനെ ഇത്രയും തെറി വിളിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോകണമെങ്കിൽ മറ്റവർക്ക് നട്ടലില്ല. അപ്പൊ ഈ വോട്ട് ചെയ്ത പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണോ? 100% മണ്ടന്മാരാണ്. അതുകൊണ്ടാണ് അത് മണ്ടന്മാരായതുകൊണ്ടാണല്ലോ ഈ അനുമോള് ജയിച്ചത്. 100% മണ്ടരാണ്. ഇവർക്ക് വ്യക്തമായ ഈ PR എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? PR എന്ന് പറഞ്ഞൊരു കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടാണ് വരുന്നത്? ജനങ്ങൾക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ്. ഞാൻ തീരുമാനിക്കണോ ഞാൻ കാണുന്ന ഷോയിൽ എനിക്കിഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണം, ഇല്ലേ? അല്ലാതെ വേറൊരാളല്ല എനിക്ക് പറഞ്ഞു തരും. ഇപ്പൊ ആമിയല്ല എനിക്ക് പറഞ്ഞു തരേണ്ടത്, അതിനകത്ത് മറ്റേ അവളാണ് നല്ലത്, അപ്പൊ നിങ്ങൾ അവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിത്വം ഇല്ലല്ലോ. എനിക്കൊരു പ്രോഗ്രാം കാണുമ്പോൾ അറിയാം അതിൽ ആർക്കാണ് ഏറ്റവും നല്ലോണം ഗെയിം ചെയ്യുന്നത്, അവർക്ക് ഞാൻ വോട്ട് കൊടുക്കും. അപ്പൊ ആമി PR ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആമി പറയാണില്ല അനുമോളാണ് മറ്റേ ഇങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതാണല്ലോ PR-ന്റെ പണി. അപ്പൊ എനിക്ക് വ്യക്തിത്വം ഇല്ലല്ലോ. ആദ്യം ജനങ്ങൾ തീരുമാനിക്കുക അവിടെ നല്ല രീതിയിൽ ഗെയിം ചെയ്ത ആരാണ് അവർക്ക് വോട്ട് കൊടുക്കുക. തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി അങ്ങനെ വോട്ട് കൊടുത്തോ, പക്ഷേ അതിന് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇത് വോട്ടിൻ്റെ കളിയല്ല. അവിടെ ഇരിക്കുന്ന കുറച്ച് പേര് അവർ തീരുമാനിക്കും ഇത് ആർക്ക് കൊടുക്കണം, ആരെ എപ്പോഴും ഔട്ടാക്കണം, എന്ത് കാരണം പറഞ്ഞ ഒരാളെ ഔട്ടാക്കണം, ഇതൊക്കെ അവർക്ക് തീരുമാനിക്കും. അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും കയറുന്നത്. മനസ്സിലായി? ഞാൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണ്, ജനങ്ങൾ മണ്ടരാവുന്ന ഇത് പറയുകയാണ്. പക്ഷേ ഇത് നമ്മൾ ഓരോ വ്യക്തികൾ കയറുമ്പോഴും വ്യക്തമായി നമുക്ക് ഡെയിലി ഇത്ര പേയ്മെൻ്റ് ഉണ്ട്, നമുക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ ചിത്രീകരിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ഔട്ടാക്കാം, ഇങ്ങനെയൊക്കെയുള്ള പല ക്രൈറ്റീരിയസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ സൈൻ ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ അത് അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പൊട്ടന്മാരവർ ഇത്രയും ജനങ്ങൾ ആ രീതിയിൽ അതിനെ കാണാവൂ. നമ്മൾ ജനങ്ങൾ ആദ്യം മുതലേ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ അത്രയും പ്രതീക്ഷ കൊടുത്തിട്ടാണ് അനീഷേട്ടന് ആ ടോപ്പ് 2 വരെ വന്നത്. അത്രയും പ്രതീക്ഷ അനീഷേട്ടന് തന്നെ ഉണ്ടായിരുന്നു, ഞാൻ വിന്നറാണ് എന്നുള്ളത്. കാണുന്ന ഓഡിയൻസിനും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പലരും പറഞ്ഞ കാര്യമാണ്, അത്രയും പ്രതീക്ഷ കൊടുത്തിട്ട് ആളെ പറ്റിക്കണ്ടായിരുന്നു. എന്ത് മനസ്സാക്ഷിയാണ് ഈ കോർപ്പറേറ്റ് കമ്പനിക്കുള്ളത്? മനസ്സാക്ഷിപരമായിട്ടാണോ അവിടെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്? അവർക്കൊരു ബിസിനസ്സാണ്, അവർക്ക് ഒരു മനസ്സാക്ഷി. ജനങ്ങൾ ഈ കാണുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ. അതിന് ബിസിനസ് നടത്തുന്നവർക്ക് നോക്കി ചിരിക്കുകയാണ്. ഒട്ടന്മാർ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ പൊളിറ്റീഷ്യൻസ് അങ്ങനെയല്ലേ, വോട്ട് കൊടുക്കുന്നവരെ നോക്കി ചിരിക്കുമല്ലോ. മനസ്സിലായോ? പറ്റിക്കപ്പെട്ടു വന്ന് വോട്ട് ചെയ്ത് നാളെ ഇവരെന്തോ ചെയ്യും, ഇനി അങ്ങനെ പൊറോട്ട കൊടുത്താലോ എന്നും പറഞ്ഞ് വന്ന് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണിത്. ഇത് തിരിച്ചറിയുക, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റൂ. ഇനിയെങ്കിലും വ്യക്തമായി ആരാണോ അവിടെ ഗെയിം ചെയ്യുന്നത് അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ PR ഒക്കെ അങ്ങ് കുറഞ്ഞോളൂ. ഈ ടോപ്പ് 5 പോലും ഡിസേർവിംഗ് അല്ലാതിരുന്ന 5 പേരായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഇക്കാക്ക് തോന്നിയോ? അല്ല, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ഉറപ്പായിട്ട് എനിക്ക് തോന്നി. അതിനകത്ത് ഒരു 1, 2, 3 പേരൊഴികെ ബാക്കി അങ്ങനെ അല്ല. 2, 3 പേര് ഓക്കെയാണ്. പക്ഷേ 1, 2 പേര് അതിലൊരിക്കലും അവിടം വരെ എത്തേണ്ടുള്ളതല്ല. അത് എനിക്ക് തോന്നുന്നത് ഈ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആൾക്കാർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ് അവിടെ വരെ എത്തിച്ചത്. കാരണം അതിനേക്കാൾ കഴിവുള്ളവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പലരെയും ഔട്ടാക്കിയത്. എത്രയോ കഴിവുള്ളവർ. അതേ കണക്ക് നമ്മുടെ ഈ അപ്പാനി ശരത്തിനൊക്കെ കുറച്ചുകൂടെ സ്പേസ് കൊടുക്കാമായിരുന്നു. അവരെ കുറച്ചുകൂടെ നിർത്തിയെങ്കിൽ വേറെ തലത്തിലേക്ക് അവർ കൊണ്ടുവന്നില്ല. അതേ കണക്ക് നമ്മുടെ ജിഷിന് കൂടെ കുറച്ച് സമയം കൊടുക്കാമായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ ഗെയിം. അപ്പം അവരെയൊക്കെ, കാരണം അവരൊന്നും കയറി വന്നു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നവർക്ക് ചിലപ്പോൾ വേണ്ട രീതിയിൽ പ്രൈസ് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും അവരെടുത്ത് കളഞ്ഞത് ആദ്യം തന്നെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്, അല്ലാതെ നമ്മളെല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ അഖിൽമാരാറ് ബിഗ് ബോസിന്ന് കണ്ടസ്റ്റന്റ് ആയിട്ട് ഇറങ്ങിയതിന് ശേഷം പല കുറ്റങ്ങളും ബിഗ് ബോസിനെ കുറിച്ച്, പല രഹസ്യങ്ങളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും സീസൺ 7-ലും സീസൺ 6-ലൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും 2 ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത്രയും കുറ്റങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് അവിടെ വീണ്ടും ഒരുത്തനെ അദ്ദേഹത്തിന്റെ വിജയമല്ലേ അത്? അഖിൽമാരാരുടെ വിജയമല്ലേ? ഇല്ലേ? അപ്പൊ അവർക്ക് അതേ ഉള്ള അവരെല്ലാം അതുകൊണ്ട് മനസ്സിലാക്കുക, അവർ ഈ ബിസിനസ്സാണ് അവരെ സംബന്ധിച്ച്. അവരെല്ലാം കാണുന്നത്, അവരുടെ മുഖത്തിന് കരിവാരി തേച്ചാൽ അവർക്ക് വിഷയമില്ല. പണം, ബിസിനസ് ചെയ്യുക. ഒരു കോർപ്പറേറ്റീവ് കമ്പനിയുടെ അജണ്ട അതാണ്.
അവരെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞ് ഈ ചോദിച്ച ചോദ്യം പോലും. അഖിൽമാരാർ ഇത്രയും അതിനെ തെറി വിളിച്ച് ബിഗ് ബോസിനെ ഇത്രയും തെറി വിളിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോകണമെങ്കിൽ അത് അഖിൽമാരുടെ വിജയമാണ്. മറ്റവർക്ക് നട്ടലില്ല, അവർക്ക് ബിസിനസ്സാണ്. നട്ടലില്ലെന്നല്ല നമ്മൾ കാണേണ്ടത്, അത് അവരുടെ ബിസിനസ്സാണ്. അവർക്ക് ഇനിയിപ്പോൾ എന്തെന്ന് പറഞ്ഞാലും ബിസിനസ്. അതിൻ്റെ ഉദാഹരണമല്ല ഈ കപ്പ് കൊടുത്ത് അവരിപ്പോൾ തെറിവിളി കേൾക്കുവാണല്ലോ. ഈ കപ്പ് കൊടുത്തവർ അല്ലെങ്കിൽ അവരുടെ അധികൃതർക്ക് തെറിവിളി കേൾക്കും. അതൊന്നും അവരെ സംബന്ധിച്ച് വിഷയമല്ല. അവർക്ക് പണം, ബിസിനസ്, ഇതാണ് ബിസിനസ്.